മറ്റൊരു പ്രൊഫൈൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഇന്ന്. പ്രശാന്ത് കിഷോർ തിരഞ്ഞെടുപ്പുകളുടെ ഗതി മാറ്റിയ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ്. എത്രയോ തിരഞ്ഞെടുപ്പുകളിൽ എത്രയോ ആളുകളെ സൃഷ്ടിച്ച മഹനീയ വ്യക്തിത്വമുള്ള വ്യക്തിയാണ്, തന്ത്രജ്ഞനാണ്. പക്ഷേ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ ഗോൾഡൻ ഡെക്കാണ്. പിന്നണിയിൽ നിന്നും മുന്നണിയിൽ എത്തിയപ്പോൾ പ്രശാന്ത് കിഷോറിന് കാലിടറുകയായിരുന്നു. നമുക്കറിയാം ജൻസുരാജ് പാർട്ടിക്ക് എന്താണെന്ന് സംഭവിച്ചത്. ഗാന്ധിയും അംബേദ്കറും ഒക്കെ തന്നെ പാർട്ടിയുടെ പതാകയിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഈ 5000 കിലോമീറ്ററൊക്കെ ബീഹാറിലൂടെ നടന്നു. പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തതെന്താണ്? ഈ ജാതി ഇതര വോട്ടുകൾ, അവരെ കൂടുതൽ ആളുകളെ പറഞ്ഞ് മനസ്സിലായിക്കൊണ്ട് ജാതി രാഷ്ട്രീയമല്ല സംസ്ഥാനത്തിന് വേണ്ടതെന്ന് യുവാക്കളെ അടക്കം ആഗ്രഹിച്ചു. അവർക്ക് തൊഴിലടക്കമുള്ള കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തു, സ്ത്രീകൾക്ക് സുരക്ഷയടക്കം വാഗ്ദാനം ചെയ്തു. പക്ഷേ ഒന്നും ഫലം കണ്ടില്ല. പിന്നോക്ക സംസ്ഥാനം എന്ന ദുഷ്പേര് മാറ്റുമെന്നതായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസായി പ്രശാന്ത് കിഷോറിന് മുന്നോട്ട് വയ്ക്കാനുണ്ടായിരുന്നത്. പക്ഷേ എവിടെയും ചലനമുണ്ടാക്കിയില്ല. 150 സീറ്റിന് മുകളിൽ കിട്ടുമെന്ന പ്രവചനമായിരുന്നു സ്വന്തമായി അദ്ദേഹം നടത്തിയത്. അതിൽ കുറഞ്ഞതൊക്കെ പരാജയമെന്നും ഇന്ന് സംപൂജനായി എന്ന അവസ്ഥയിലേക്കും എത്തുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നോക്കാം. അപ്പോൾ നിലംപരിശാകുന്ന പ്രശാന്ത് കിഷോറിൻ്റെ രാഷ്ട്രീയം കൂടി നാളത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയായി മാറുകയാണ്. रिजल्ट के बाद अगर 25 सीट से ज़्यादा जदयू को आ जाए तो आप आइएगा. अगर जनसुराज जीता होगा तो भी कहिएगा, मैं छोड़ दूंगा.